ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കൊമേഴ്സ് ഈസി നോട്ട്സ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷൻ ആണ്. എക്സ് ഇൻട്രസ്റ്റ് ആൻഡ് കം ഇൻട്രസ്റ്റ്. എന്താണ് എക്സ് ഇൻട്രസ്റ്റ്, അതുപോലെ എന്താണ് കം ഇൻട്രസ്റ്റ് എന്ന് അറിയുന്നേക്കാൾ മുമ്പ് ഇൻട്രസ്റ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട്. എങ്ങനെയാണ് എക്സ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കം ഇൻട്രസ്റ്റ് അറൈസ് ചെയ്യുന്നത്? നമുക്കറിയാം, ഡിബഞ്ചേഴ്സ് കമ്പനി ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന് ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ, സെക്കൻഡ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ കമ്പനി ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷന് വേണ്ടി കമ്പനി ഓൺ ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് പേയ്മെന്റിന്റെ മുൻപാണെങ്കിൽ there is an issue arises, that is കമ്പനി ഇൻട്രസ്റ്റ് പേ ചെയ്യണോ വേണ്ടയോ, ആ ഒരു പ്രോബ്ലം അവിടെ അറൈസ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന ഡേറ്റിലാണ് കമ്പനി പർച്ചേസ് നടത്തുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഇൻട്രസ്റ്റ് പേ ചെയ്തിട്ടുണ്ടാവും. ഇനി ഡ്യൂ ഡേറ്റിന് മുൻപ് കമ്പനി ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ പർച്ചേസ് പ്രൈസിൽ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുമോ അതോ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യില്ലേ, അങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് കൊട്ടേഷൻസ് യൂസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ ആൻഡ് കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ. ഇനി നമ്മൾ ഇതിലൊരു ശ്രദ്ധിക്കേണ്ട ഒരു പീരീഡ് ആണ് എക്സ്പയറി പീരീഡ്. എക്സ്പയറി പീരീഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ പീരീഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് പ്രീവിയസ് പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ്. നമ്മൾ എന്നാണോ ലാസ്റ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് നടത്തിയിട്ടുള്ള ഡേറ്റ് ടു നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ഡേറ്റ്, ആ ഒരു ഗ്യാപ്പിനെയാണ് എക്സ്പയറി പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ലാസ്റ്റ് നമ്മൾ ഇൻട്രസ്റ്റ് പേയ്മെന്റ് നടത്തിയ ഡേറ്റ് തൊട്ട് നമ്മൾ എന്നാണോ ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യുന്നത് ആ ഡേറ്റ് വരെയുള്ള പീരീഡിനെയാണ് എക്സ്പയറി പീരീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ടു ടൈപ്സ് ഓഫ് കൊട്ടേഷൻസ് ആണുള്ളത്. ഫസ്റ്റ് കം ഇൻട്രസ്റ്റ് കൊട്ടേഷനും സെക്കൻഡ് വൺ എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ. അത് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്താണെന്നാണ്. കം എന്ന് പറഞ്ഞ വേർഡ് ഒരു ലാറ്റിൻ വേർഡ് ആണ്. അതിൻ്റെ അർത്ഥം വിത്ത് എന്നാണ് കമ്മിൻ്റെ അർത്ഥം. ദാറ്റ് മീൻസ് ക്യുമുലേറ്റീവ് അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എന്നാണ് അർത്ഥം. അപ്പോൾ കം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂസീവ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് അല്ലെങ്കിൽ വിത്ത് ഇൻട്രസ്റ്റ്. നമ്മൾ കൊടുക്കുന്ന പർച്ചേസ് എമൗണ്ടിൽ ഇൻട്രസ്റ്റ് കൂടി ഇൻക്ലൂഡഡ് ആണ്. അതാണ് കം ഇൻട്രസ്റ്റിൻ്റെ മീനിങ്. പർച്ചേസ് പ്രൈസിൽ ഇൻട്രസ്റ്റ് കൂടി ഇൻക്ലൂഡഡ് ആണ്. അതായത് എക്സ്പയർഡ് പീരീഡിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുന്ന പർച്ചേസ് പ്രൈസിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി കോസ്റ്റ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ്, നമ്മുടെ സ്വന്തം ഡിബഞ്ചേഴ്സിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് കം ഇൻട്രസ്റ്റിൽ പ്രൈസ് പെയ്ഡ് മൈനസ് ഇൻട്രസ്റ്റ് ഫോർ ദ എക്സ്പയർഡ് പീരീഡ് ആണ്. കാരണം നമുക്കറിയാം, കം ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പർച്ചേസ് പ്രൈസിലെ ഇൻട്രസ്റ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ്. അപ്പോൾ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ പേ ചെയ്ത പ്രൈസിൽ നിന്ന് ഇൻട്രസ്റ്റ് എമൗണ്ട് മൈനസ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ആക്ച്വൽ ഡിബഞ്ചറിൻ്റെ വാല്യൂ മനസ്സിലാവാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതാണ് കം ഇൻട്രസ്റ്റ്. കം ഇൻട്രസ്റ്റ് മീൻസ് ഇൻക്ലൂസീവ് ഓഫ് ഇൻട്രസ്റ്റ്. ദെൻ നമ്മൾ നോക്കുന്നത് കം ഇൻട്രസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് ജേണൽ എൻട്രീസ് ആണ്, നമ്മൾ ഫോളോ ചെയ്യേണ്ട ജേണൽ എൻട്രീസ് ആണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് സെക്ഷൻ ആണ് വെൻ ദ ഡിബഞ്ചേഴ്സ് ആർ പർച്ചേസ്ഡ് ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ. നമ്മൾ പറഞ്ഞു ഡിബഞ്ചേഴ്സ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് രണ്ടെണ്ണമാണ്, ഒന്ന് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷനും ഒന്ന് ഇൻവെസ്റ്റ്മെന്റിനും. അപ്പം ഇമ്മീഡിയറ്റ് ക്യാൻസലേഷന് വേണ്ടി ഡിബഞ്ചർ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കം ഇൻട്രസ്റ്റിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഫോളോ ചെയ്യേണ്ട എൻട്രി ആണ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ, ദാറ്റ് ഈസ് നോമിനൽ വാല്യൂ ആണ് അവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട്, എക്സ്പയർഡ് പീരീഡിൻ്റെ ഇൻട്രസ്റ്റ് ടു ബാങ്ക് അക്കൗണ്ട്, നമ്മൾ പേ ചെയ്ത എമൗണ്ട് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. കമ്പനി എപ്പോഴും ഡിബഞ്ചേഴ്സ് ക്യാൻസൽ ചെയ്യുമ്പോൾ മാത്രമാണ്, ആ ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് കമ്പനിക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അറൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷന് ഫോളോ ചെയ്യുന്ന ജേണൽ എൻട്രി. നെക്സ്റ്റ്, കമ്പനി ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഓൺ ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഫോളോ ചെയ്യേണ്ട എൻട്രി ആണ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ. ഓൺ ഡിബഞ്ചേഴ്സിന്റെ വാല്യൂ നമുക്കറിയാം, നമ്മൾ എഴുതേണ്ടത് കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ കണ്ടു, പ്രൈസ് മൈനസ് ഇൻട്രസ്റ്റ്, അതാണ് കോസ്റ്റ് ഓഫ് ഡിബഞ്ചേഴ്സ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട്, ഇൻട്രസ്റ്റ് ഫോർ ദ എക്സ്പയർഡ് പീരീഡ് ടു ബാങ്ക് അക്കൗണ്ട്, നമ്മൾ ആക്ച്വലി പേ ചെയ്ത എമൗണ്ട്. നെക്സ്റ്റ് തേർഡ് എൻട്രി ആയിട്ട് വരുന്നത് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി പർച്ചേസ് ചെയ്തിട്ടുള്ള ഡിബഞ്ചർ ഫ്യൂച്ചറിൽ നമ്മൾ ക്യാൻസൽ ചെയ്യാണ്.
ക്യാൻസൽ ചെയ്യുന്ന സിറ്റുവേഷനിൽ മാത്രമാണ് നമ്മൾ പറഞ്ഞത് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അറൈസ് ചെയ്യുക. അപ്പോൾ ക്യാൻസൽ ചെയ്യുന്ന സിറ്റുവേഷനിൽ ഫോളോ ചെയ്യേണ്ട എൻട്രി ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ഫേസ് വാല്യൂ നോമിനൽ വാല്യൂ ടു ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് കോസ്റ്റ് എത്രയാണെന്ന് ചെയ്ത് നമുക്കറിയാം പ്രൈസ് പെയ്ഡ് മൈനസ് ഇൻട്രസ്റ്റ് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് പ്രോഫിറ്റ് നമ്മൾ ബാലൻസ് കിട്ടുന്ന എമൗണ്ട് പ്രോഫിറ്റ് ആയിട്ട് ചെയ്താൽ ഇതേപോലെ ഓട്ടോമാറ്റിക് ആയിട്ട് അറൈസ് ചെയ്യുന്നതിൽ കുറച്ച് എൻട്രീസ് ആണ് വരുന്നത്. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾക്കത് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അതെല്ലാം നമ്മൾ ഫോളോ ചെയ്തിട്ടാണ് സാധാരണ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. ദെൻ അടുത്തതാണ് എക്സ് ഇൻട്രസ്റ്റ്. കം ഇൻട്രസ്റ്റ് എന്താണെന്ന് പറഞ്ഞ ഒരാൾക്ക് എക്സ് ഇൻട്രസ്റ്റ് നമുക്ക് ഈസി ആയിട്ട് പറയാം. കാരണം കം ഇൻട്രസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് എക്സ് ഇൻട്രസ്റ്റ്. എക്സും അതുപോലെ കമ്മും രണ്ടും ലാറ്റിൻ വേർഡ് ആണ്. കം മീൻസ് ക്യുമുലേറ്റീവ് ആണ്. ഇവിടെ എക്സ് മീൻസ് എക്സ്ക്ലൂസീവ് ആണ്. അതായത് വിത്തൗട്ട് ഇൻട്രസ്റ്റ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. എക്സ്ക്ലൂസീവ് ഓഫ് ഇൻട്രസ്റ്റ്. നമ്മൾ കൊടുക്കുന്ന പർച്ചേസ് പ്രൈസിൽ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നമ്മൾ അഡീഷണൽ ആയിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതാണ് എക്സ് ഇൻട്രസ്റ്റ്. അപ്പോൾ എക്സ് ഇൻട്രസ്റ്റിൽ കോസ്റ്റ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് പ്രൈസ് പെയ്ഡ് തന്നെയാണ് എക്സ് ഇൻട്രസ്റ്റിൽ. നെക്സ്റ്റ് എക്സ് ഇൻട്രസ്റ്റിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നോക്കാം. കം ഇൻട്രസ്റ്റ് കൊട്ടേഷനിൽ നമ്മൾ കണ്ടിട്ടുള്ള സെയിം സെക്ഷൻസ് തന്നെയാണ് എക്സ് ഇൻട്രസ്റ്റിലും വരുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് സെക്ഷൻ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷന് വേണ്ടി കമ്പനി ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എൻട്രി വരുന്നത് ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. നമ്മൾ പറഞ്ഞു ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ എഴുതുമ്പോൾ ഇൻട്രസ്റ്റ് കൂടി ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് എഴുതേണ്ടത്. കാരണം എക്സ് ഇൻട്രസ്റ്റിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഇൻട്രസ്റ്റ് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഡിബഞ്ചറിൻ്റെ വാല്യൂ പ്ലസ് ഇൻട്രസ്റ്റ് ആ എമൗണ്ട് ആണ് ബാങ്ക് അക്കൗണ്ട് നമ്മൾ എഴുതേണ്ടത്. ദെൻ നമുക്കറിയാം ക്യാൻസലേഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അറൈസ് ചെയ്യും. അത് എഴുതാം. നെക്സ്റ്റ് സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി കമ്പനി ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ടതാണ്. ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ഓൺ ഡിബഞ്ചേഴ്സിൻ്റെ വാല്യൂ ഇവിടെ പ്രൈസ് പെയ്ഡ് ആണ്. കം ഇൻട്രസ്റ്റിൽ അത് പ്രൈസ് പെയ്ഡ് മൈനസ് ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷേ എക്സ് ഇൻട്രസ്റ്റിൽ അത് വരുമ്പോൾ പ്രൈസ് പെയ്ഡ് മാത്രമാണ്. ഡെപ്റ്റർ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാൻസൽ ചെയ്യുന്ന എൻട്രി ഫ്യൂച്ചറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാൻസൽ ചെയ്യാണ്. അതിൻ്റെ എൻട്രി വരുന്നത് ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. പ്രോഫിറ്റ് നമുക്ക് എപ്പോഴും ബാലൻസ് ചെയ്താം. ഇങ്ങനെയാണ് 3 സെക്ഷൻ ഓഫ് ജേർണൽ എൻട്രി. നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് എക്സ് ഇൻട്രസ്റ്റും അതുപോലെ കം ഇൻട്രസ്റ്റും. ഓൺ 1st July 2018 എ കമ്പനി ഇഷ്യൂഡ് 1006% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 each. ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ 30th June ആൻഡ് 31st December. അപ്പോൾ ഇതിൽ കമ്പനി 1000 ഡിബഞ്ചേഴ്സ് ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 100 രൂപയുടെ. ദെൻ കമ്പനി ഇൻട്രസ്റ്റ് പേയ്മെന്റ് നടത്തുന്നത് 30th Juneനും 31st Decemberനുമാണ്. അപ്പോൾ നമ്മൾ ഡേറ്റ് വൈസ് ആണ് പ്രോബ്ലം ചെയ്യേണ്ടത്. The company is allowed to purchase on debentures which may be cancelled or kept or issued at the company's option. ഇപ്പോൾ കമ്പനിയുടെ സ്വന്തം ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. Then the company made the following purchases in the open market for immediate cancellation. ഇപ്പോൾ കമ്പനി ഇമ്മീഡിയറ്റ് ക്യാൻസലേഷന് വേണ്ടിയിട്ടാണ് താഴെ പറയുന്ന പർച്ചേസസ് എല്ലാം കമ്പനി നടത്തുന്നത്. ഇപ്പോൾ ഫസ്റ്റ് പർച്ചേസ് നമുക്ക് നോക്കാം. ഓൺ 31st May 2019 100 ഡിബഞ്ചേഴ്സ് അറ്റ് ₹98 എക്സ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് 100 ഡിബഞ്ചേഴ്സ് കമ്പനി 31st May 2019 കമ്പനി പർച്ചേസ് ചെയ്തു. ₹98 എക്സ് ഇൻട്രസ്റ്റിനാണ് കമ്പനി പർച്ചേസ് ചെയ്തത്. എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ₹98 കമ്പനി ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് അല്ല, എക്സ്ക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് ഓൺ 30th September 2020 50 ഡിബഞ്ചേഴ്സ് കമ്പനി പർച്ചേസ് ചെയ്യുന്നത് 50 ഡിബഞ്ചേഴ്സിനാണ് അറ്റ് ₹97 കം ഇൻട്രസ്റ്റ്. അപ്പോൾ ₹97 കം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ₹97 ഇൻട്രസ്റ്റ് കൂടി ഇൻക്ലൂഡഡ് ആണ്, ക്യുമുലേറ്റീവ് ആണ്, ദാറ്റ് ഈസ് ഇൻക്ലൂസീവ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രീസ് ആണ് നമുക്കിനി എഴുതാനുള്ളത്. അപ്പോൾ നമുക്ക് ജേണൽ എൻട്രീസ് നോക്കാം. ഡേറ്റ് വൈസ് നമുക്ക് എഴുതാം. ഇപ്പോൾ ഫസ്റ്റ് ഡേറ്റ് വരുന്നത് 1st July 2018 ആണ് ഇഷ്യൂൻ്റെ. അപ്പോൾ അതിൻ്റെ തന്നെ എൻട്രി നമുക്ക് ആദ്യം എഴുതാം. ഫസ്റ്റ് 2018 ഇഷ്യൂ ചെയ്യുന്ന എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു 6% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഇഷ്യൂ. നമുക്കറിയാം 1000 ഡിബഞ്ചേഴ്സ് ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. 1000 × 100 ₹1 lakh. ദെൻ ജൂലൈ 1 കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേറ്റ് വരുന്നത്
ഡിസംബർ 31st ആണ്. കാരണം നെക്സ്റ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഡിസംബർ 31st ആണ്. ഡിസംബർ 31st ഇൻട്രസ്റ്റ് പേയ്മെന്റിന് എൻട്രി വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതിൽ ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് നമുക്കറിയാം 1,00,000 rupees ആണ് ടോട്ടൽ ഡിബഞ്ചറിന്റെ വാല്യൂ. 6% നമുക്ക് ഇൻട്രസ്റ്റ് ആണ്, 6% ഡിബഞ്ചേഴ്സ് ആണ്. പിന്നെ 6 month ആണുള്ളത്, കാരണം ഇഷ്യൂ ചെയ്തത് ജൂലൈ 1st അപ്പോൾ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 6 monthനുള്ള ഇൻട്രസ്റ്റ് ആണ് നമ്മളിവിടെ പേ ചെയ്യേണ്ടത്, 3,000 rupees. നെക്സ്റ്റ് അത് കഴിഞ്ഞാൽ നമുക്കറിയാം കമ്പനി മെയ് 31st കമ്പനി 100 ഡിബഞ്ചേഴ്സ് എക്സ് ഇൻട്രസ്റ്റിന് കമ്പനി പർച്ചേസ് ചെയ്തു. അപ്പോൾ 6% ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ആക്ച്വലി എന്താണോ ഫേസ് വാല്യൂ അത് വെച്ചിട്ടാണ് എഴുതേണ്ടത്. അതായത് 100 into 100, 100 ഡിബഞ്ചേഴ്സ് 100 ആണ് ഒരു ഡിബഞ്ചറിന്റെ വാല്യൂ, ദാറ്റ് ഈസ് 10,000. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് നമുക്കറിയാം എക്സ്പയർഡ് പീരീഡിന്റെ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ എക്സ്പയർഡ് പീരീഡ് എന്ന് പറയുന്നത് ലാസ്റ്റ് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്ത ഡേറ്റ് തൊട്ട് പർച്ചേസ് ചെയ്യുന്ന ഡേറ്റ് വരെ. ലാസ്റ്റ് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 31st ആണ്. അപ്പോൾ ആ മന്ത് വരെയുള്ളത് കഴിഞ്ഞു. ദെൻ ജാനുവരി 1st തൊട്ട് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്യിലാണ് പർച്ചേസ്. അപ്പോൾ 5 മാസത്തെ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ അവിടെ കൊടുക്കാനുള്ളത്. അപ്പോൾ 10,000 into 5/12 into 6% ആണ് ഇൻട്രസ്റ്റ്. അപ്പോൾ നമുക്ക് 250 കിട്ടും. ദെൻ ടു ബാങ്ക് അക്കൗണ്ട്, ഇവിടെ എക്സ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് 98 rupeesൽ എക്സ്ക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് അഡീഷണൽ ആയിട്ട് എഴുതണം. അതുകൊണ്ടാണ് 100 into 98 പ്ലസ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് 250, ആ എമൗണ്ട് ആണ് നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ എഴുതുന്നത്, 10,050. ദെൻ ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് നമുക്കറിയാം അതിൻ്റെ രണ്ടിൻ്റെയും ബാലൻസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 200 rupees കിട്ടും. അത് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആണ്. അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന എൻട്രി ആണ്, എക്സ് ഇൻട്രസ്റ്റിൽ പർച്ചേസ് ചെയ്യുന്ന എൻട്രി ആണ് ഇത്. എക്സ് ഇൻട്രസ്റ്റിൽ ഇൻട്രസ്റ്റ് എക്സ്ക്ലൂഡഡ് ആണ്. അപ്പോൾ അഡീഷണൽ ആയിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് 250 കൂടി ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ മെയ് 31st കഴിഞ്ഞു. നെക്സ്റ്റ് എൻട്രി നമുക്കറിയാം മെയ് കഴിഞ്ഞാൽ ജൂണിലാണ്. ജൂണിൽ നമ്മൾ ചെയ്യേണ്ടത് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ്. അപ്പോൾ 2019 ജൂൺ 30 ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. എമൗണ്ട് നമുക്കറിയാം 1000 ഡിബഞ്ചേഴ്സിൽ 100 ഡിബഞ്ചർ കമ്പനി പർച്ചേസ് ചെയ്തു. ഇനി ബാക്കി 900 ഡിബഞ്ചേഴ്സ് ആണുള്ളത്. അപ്പോൾ 900 into 100 90,000. 90,000 നമുക്കറിയാം ഓൾറെഡി 6 മന്തിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കാനുണ്ട്. 6/12 into 6%, 2,700 rupees ആണ് പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് അത് കഴിഞ്ഞ് നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ക്വസ്റ്റിനിൽ പറയുന്നില്ല. അഗെയിൻ ഡിസംബർ 31st സെയിം എൻട്രി തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യണം. കാരണം ജൂണിലും ഡിസംബറിലും ആണ് കമ്പനി ഇൻട്രസ്റ്റ് പേയ്മെന്റ് നടത്തുന്നത്. അപ്പോൾ സെയിം എമൗണ്ട് തന്നെ വരും, സെയിം എൻട്രി. ദെൻ അത് കഴിഞ്ഞാൽ നമുക്കറിയാം എക്സ് ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് നമ്മൾ എഴുതിയപ്പോൾ അതിൽ നമുക്കൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എപ്പോഴൊക്കെ പ്രോഫിറ്റ് ഉണ്ടോ ആ പ്രോഫിറ്റ് നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ആ എൻട്രി ആ ഇയറിലെ ലാസ്റ്റ് ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക, ദാറ്റ് ഈസ് ഡിസംബർ 31st. പ്രോഫിറ്റ് ഓൺ റിഡംഷൻ അക്കൗണ്ട് 200 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ്. ആ എമൗണ്ട് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പ്രോഫിറ്റ് ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്, പ്രോഫിറ്റ് ട്രാൻസ്ഫർഡ്. അപ്പോൾ ഡിസംബർ വരെ കഴിഞ്ഞു. അടുത്ത എൻട്രിയും അതേപോലെ ജൂണിൽ വരുന്ന എൻട്രി ആണ്. ജൂണിലെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ സെയിം എമൗണ്ടും സെയിം എൻട്രിയും, കാരണം അതിനിടയിൽ പർച്ചേസ് ഒന്നും നടന്നിട്ടില്ല. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ 2,700, ടു ബാങ്ക് അക്കൗണ്ട് 2,700. കാൽക്കുലേഷൻ നമ്മൾ തൊട്ട് മുന്നിലുള്ള ജേണൽ എൻട്രിയിൽ ചെയ്തിട്ടുണ്ട്, അത് നോക്കാം. പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ജൂൺ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് സെപ്റ്റംബറിൽ കമ്പനി നെക്സ്റ്റ് 50 ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്തത് ആണ്. കം ഇൻട്രസ്റ്റിലാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ എൻട്രി നമുക്ക് നോക്കാം. 6% ഡിബഞ്ചർ അക്കൗണ്ട്, അതായത് 50 into 100 ഫേസ് വാല്യൂ ആണ് അതിൽ എഴുതേണ്ടത്, 5,000. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് എക്സ്പയർഡ് പീരീഡിലെ ഇൻട്രസ്റ്റ് നമുക്കറിയാം നമ്മൾ ലാസ്റ്റ് ഇൻട്രസ്റ്റ് പേ ചെയ്തത് ജൂൺ 30 ജൂണിലാണ്. ദെൻ നെക്സ്റ്റ് പർച്ചേസ് വരുന്നത് സെപ്റ്റംബറിലാണ്. അപ്പോൾ ജൂൺ വരെയുള്ള പേയ്മെന്റ് കഴിഞ്ഞു. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 3 മാസത്തെ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ പേ ചെയ്യേണ്ടത്. അപ്പോൾ 3/12 into 6%. 6% ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ കാണുക. 5,000 into 3/12 into 6%, 75 rupees ആണ് നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്.
ദെൻ ടു ബാങ്ക് അക്കൗണ്ട്. കം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇൻട്രസ്റ്റ് ക്യുമുലേറ്റീവ് ആണ്, അതായത് ഇൻക്ലൂഡഡ് ആണ്. 97 റുപ്പീസിനാണ് നമ്മൾ ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുന്നത്. ആ 97 ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇൻട്രസ്റ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 50 ഇൻറ്റു 97 4850. ദെൻ നമുക്ക് ഇതിൽ നോക്കുമ്പോൾ അറിയാം നമുക്ക് കുറച്ച് എമൗണ്ട് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് 225 റുപ്പീസ് പ്രോഫിറ്റ്. അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന എൻട്രി ആണ് കം ഇൻട്രസ്റ്റിൽ പർച്ചേസ് ചെയ്യുന്ന എൻട്രി. ദെൻ സെപ്റ്റംബർ കഴിഞ്ഞു, നമുക്കറിയാം ലാസ്റ്റ് നമ്മൾ അഗെയിൻ ഇൻട്രസ്റ്റ് പേ ചെയ്യണം ഡിസംബറിൽ. ആ എൻട്രി നോക്കാം. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട്. അപ്പം ഇവിടെ നമുക്ക് എമൗണ്ടിൽ കുറച്ച് വ്യത്യാസം വരുന്നത്. 1000 ഡിബഞ്ചേഴ്സ് ആയിരുന്നു നമ്മൾ ഇഷ്യൂ ചെയ്തത്. അതിൽ ആദ്യം എക്സ് ഇൻട്രസ്റ്റിൽ 100 ഡിബഞ്ചർ നമ്മൾ പർച്ചേസ് ചെയ്തു, അപ്പോൾ 900 ഡിബഞ്ചേഴ്സ് ആയി. ദെൻ ഇപ്പോൾ തന്നെ 50 ഡിബഞ്ചേഴ്സ് കൂടി പർച്ചേസ് ചെയ്തു, അപ്പോൾ 850 ഡിബഞ്ചേഴ്സ് ആയി. അപ്പോൾ 850 ഇൻറ്റു 100 85,000. 6% ആണ് ഇൻട്രസ്റ്റ്. ദെൻ 6/12 2550 ആണ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് വരാം. ദെൻ നമുക്കറിയാം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമ്മളത് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. പ്രോഫിറ്റ് ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെപ്റ്റർ 225 ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് 225 പ്രോഫിറ്റ് ട്രാൻസ്ഫർഡ്. അപ്പോൾ ഇങ്ങനെയാണ് എക്സ് ഇൻട്രസ്റ്റും കം ഇൻട്രസ്റ്റിൻ്റെയും പ്രോബ്ലംസ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാ വീഡിയോസും കണ്ടു നോക്കുക. ഈ ചാപ്റ്ററിൽ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.